നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഗുരുവായൂർ ക്ഷേത്ര വാസ്തുവിദ്യയെക്കുറിച്ചുള്ളതാണ്. തനതായ കേരളീയ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദേവശില്പിയായ വിശ്വകർമാവാണ് ഇവിടെ ആദ്യ ക്ഷേത്രം നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിഷു ദിവസത്തിൽ സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് കിഴക്കോട്ട് ദർശനമായുള്ള ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് കിഴക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും ഓരോ കവാടങ്ങളുണ്ട്. ഭഗവത് ദർശനവശമായ കിഴക്കുവശത്തുള്ള കവാടമാണ് പ്രധാനം. തിരക്കില്ലാത്തപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഭഗവത് വിഗ്രഹം കാണാൻ സാധിക്കും. പണ്ട് കിഴക്കേ നടയിലെ മഞ്ജുളായിൽ നിന്ന് നോക്കിയാൽ പോലും വിഗ്രഹം കാണാനാകുമായിരുന്നുവത്രേ. ഇരുവശത്തും ഇരുനില ഗോപുരങ്ങൾ പണിതിട്ടുണ്ട്. കിഴക്കേ നടയിലെ ഗോപുരത്തേക്കാൾ ഉയരം കുറവാണ് പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിന്. കിഴക്കേ ഗോപുരത്തിന് 33 അടിയും പടിഞ്ഞാറേ ഗോപുരത്തിന് 27 അടിയും ഉയരം വരും. ലക്ഷണമൊത്ത ചതുരാകൃതിയിലുള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ. 2 നിലകളോടുകൂടിയ ശ്രീകോവിലിൻ്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണത്തിൽ പൂശിയതാണ്. 1981 ജനുവരി 14 KTB മേനോൻ എന്ന ഭക്തൻ്റെ വഴിപാടായാണ് ശ്രീകോവിൽ മേൽക്കൂര സ്വർണം പൂശിയത്. വടക്കുഭാഗത്ത് അഭിഷേകജലം ഒഴുകുന്ന ഓവ് സ്ഥിതി ചെയ്യുന്നു. അകത്ത് 3 മുറികളുണ്ട്. അവയിൽ പടിഞ്ഞാറേ അറ്റത്താണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം. പാതാളാഞ്ജനത്തിൽ തീർത്ത മൂലവിഗ്രഹം കൂടാതെ സ്വർണത്തിലും വെള്ളിയിലും തീർത്ത 2 വിഗ്രഹങ്ങൾ കൂടിയുണ്ട്. ഇവയിൽ സ്വർണം പൂശിയ വിഗ്രഹമാണ് നിത്യേന ശീവേലിക്ക് എഴുന്നള്ളിക്കാറുള്ളത്. വെള്ളിയിൽ തീർത്ത വിഗ്രഹം ഇത് ഉത്സവകാലത്ത് മാത്രമേ എഴുന്നള്ളിക്കാറുള്ളൂ. വിഗ്രഹത്തിന് പുറകിലായി ഒരു സാളഗ്രാമപ്പടി ഉണ്ട്. ഇതുവഴി വൈഷ്ണവ ചൈതന്യം 10 മടങ്ങ് വർദ്ധിക്കുന്നു. ചുവർ ചിത്രങ്ങളെക്കൊണ്ടും ദാരുശില്പങ്ങളെക്കൊണ്ടും അതിമനോഹരമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ശ്രീകോവിൽ. ശ്രീകോവിലിൻ്റെ വാതിലുകൾ പിച്ചളയിൽ തീർത്ത് സ്വർണം പൂശിയവയാണ്. 101 മണികൾ ഈ വാതിലിനുണ്ട്. ശ്രീകോവിലിലേക്ക് കയറാനായി സോപാനപ്പടികൾ കരിങ്കല്ലിൽ തീർത്തവയാണ്. എന്നാൽ ഇവയും സ്വർണം പൂശിയിട്ടുണ്ട്. ഇരുവശത്തു നിന്നും കയറാൻ പറ്റുന്ന തരത്തിലുള്ള സോപാനപ്പടികളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.